ഞാൻ 1992 പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ബിസിനസ്സിലേക്ക് വരുമ്പം ഞങ്ങൾ ബേസിക്കലി അപ്ലയൻസ് സെല്ലറാണ്. AC വിൽക്കുന്നുണ്ടായിരുന്നു. വിൻഡോ ACs ഉണ്ടായിരുന്ന ആ കാലത്ത് സാംസങ്ങിന്റെ എല്ലാം ഇലക്ട്രോണിക്സിനൊക്കെ വിൻഡോ AC, പിന്നെ കുറെ സ്പ്ലിറ്റ് ACs ഉണ്ടായിരുന്നു. 2008 ശേഷമാണ് നമ്മൾ ഈ കമേഴ്ഷ്യൽ എയർ കണ്ടീഷനിലേക്ക് വരുന്നത്. ഡൈക്കിന്റെ ഡീലർഷിപ്പ് എടുക്കുന്നത് 2010-11 ഞങ്ങളൊരു യൂറോപ്പ് ടൂർ ഫാമിലി ആയിട്ട് പോയിരുന്നു. അവിടെ എല്ലാം ഡൈക്കിനാണ് കണ്ടത്. അപ്പൊ ഡൈക്കിന് അന്ന് കേരളത്തിൽ ഫുൾ പ്രസന്റ് ആയിരുന്നില്ല, ചെന്നൈ ബേസ്ഡ് ബിൽഡിംഗ് ആയിരുന്നു. ഡൈക്കിന്റെ ഡീലർഷിപ്പ് അപ്പോഴെടുത്ത് അങ്ങനെയാണ് പ്രൊജക്ട്സിലേക്ക് പോകുന്നത്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി പ്രൊഡക്ട്സ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഡ്യൂറേഷനും നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് പല ബ്രാൻഡ്സും ഇടയിൽ വന്നു പോയിട്ടുണ്ട്. പല മോഡൽസ്, പല പ്രൈസ്, നല്ല ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്തിട്ടും കുറേ ഓഫർ ചെയ്തിട്ടുള്ള മോഡൽസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും കൈവച്ചില്ല. കാരണം ഈ മാർക്കറ്റിൽ സർവീസ് ബാക്കപ്പ് ഇല്ലാത്ത ബ്രാൻഡ് വിൽക്കുമ്പോൾ ഒരു ഡീലർക്ക് ഒരു പരിമിതികളുണ്ട്. കാരണം സ്പെയർസ് അവൈലബിലിറ്റി കമ്പനി എൻഷുർ ചെയ്യേണ്ടതാണ്. ഡീലറുടെ പോയിന്റ് പല കേസിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതെ ബിസിനസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പുതിയ ഡീലേഴ്സ്, ഈ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുന്ന ഡീലേഴ്സും കേൾക്കാനാ പറയുന്നത്, കസ്റ്റമേഴ്സ് അറിയാനാ പറയുന്നത്. മാക്സിമം ബ്രാൻഡ് നല്ല ലോങ് ടേം ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ ഉള്ള ബ്രാൻഡും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ഫുൾ ഫ്ലെഡ്ജ് ഫെസിലിറ്റി ഉള്ള ബ്രാൻഡും മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒന്നാമത് സ്പെയറിന്റെ അവൈലബിലിറ്റി, രണ്ടാമത്തെ കേസ് നമുക്ക് എന്ത് മെയിൻ്റനൻസ് വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കല്യാണ മണ്ഡപം, ഹോട്ടൽസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പെയർ അവൈലബിലിറ്റി ഡിലേ വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ആവാറുണ്ട്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ എത്തിക്കലായിട്ട് തന്നെ പറയാം, നല്ല ബ്രാൻഡ്സ് വിൽക്കുമ്പം ഡീലറും കുറെ കൂടെ സേഫർ സൈഡായിരിക്കും, കസ്റ്റമറും കൂടെ മനസ്സിലാക്കി വാങ്ങിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. താങ്ക് യു.